ഹേ ഹേ മൂന്ന് ചക്ര വണ്ടി ഇത് മുച്ചടിക്കും വണ്ടി ഇത് മുരുട്ടിക്കാല വണ്ടികളെ തുരുത്തിയോട് വണ്ടി ഇത് പറപ്പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമല വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടിയത് കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ മൂന്ന് ചക്ര വണ്ടി ഇത് മുച്ചടിക്കും വണ്ടി ഇത് മുരുട്ടുകാല വണ്ടികളെ തുരുത്തിയോടും വണ്ടി ഇത് പറപ്പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമല വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടിയത് കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും റോഡുകൾക്കെല്ലാം ഭീഷണിയാണേ റോഡുകളിൽ പാതിരയിൽ പൗർണമിയാണേ പ്രശ്നമുണ്ടായാൽ ഭീകരനാണേ കൊച്ചി രജ ഒച്ചയിട്ടാൽ അച്ചട്ടതാണേ മീറ്റർ വേണ്ട മിന്നായം വേണ്ട പിസിമാരെ ഫ്യൂസൂരല്ലേ പെട്രോൾ ബങ്കിൽ ക്യൂ നിൽക്കാറില്ല കൂകിപ്പായും ഖുഷ്ബല്ലാണ് ഈ ബ്രേക്ക് പൊട്ടിയ നാട്ടിൽ വെല്ലൊടിഞ്ഞൊരു ലൈഫിൽ ഈ പട്ടണത്തിൽ പതുപതുക്കെ ചുറ്റി വരും പെങ്ങളുമാർ കാങ്ങളയായി കൂട്ടുവരാമേ കൊട്ടാരം ഞെട്ടും നോട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലും നോട്ടോ ഇത് കൊട്ടാരം ഞെട്ടും നോട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലും നോട്ടോ ഇത് ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ അമ്മച്ചിമാരെ ചുമ്മാ നിൽക്കാതെ അമ്പലത്തിൽ കൊണ്ടുവിടാൻ തൊഴുതു വന്നാട്ടെ ഗർഭിണിമാരെ ഞഞ്ഞാ മുങ്ങാതെ ആസ്പത്രിയിൽ കൊണ്ടുവിടാൻ വിട്ടോ പൊട്ടാതെ ബസ്സിൽ തൂങ്ങാൻ ഒസുണ്ടോ ചേട്ടാ കാശും വേണ്ട ഓസും വേണ്ട അടടാ വക്കീലണ്ണ വക്കാലത്തുണ്ടോ കേസും വേണ്ട ഫീസും വേണ്ട അട കമ്മെടുക്കല മോനെ മംഗളത്തിന് വേണ്ട ഈ പട്ടണത്തിൽ പാഞ്ഞുവരും കട്ടബൊമ്മൻ കൈഞ്ഞൊടിച്ചാൽ കാറ്റടിക്കും പിന്നെ സുനാമി കൊട്ടാരം ഞെട്ടും നോട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലും നോട്ടോ ഇത് കൊട്ടാരം ഞെട്ടും നോട്ടോ ഇത് കൊച്ചിയിലെ സ്റ്റൈലും നോട്ടോ ഇത് മൂന്ന് ചക്ര വണ്ടി ഇത് മുച്ചടിക്കും വണ്ടി ഇത് മുരുട്ടുകാല വണ്ടികളെ തുരുത്തിയോടും വണ്ടി ഇത് പറപറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടിയത് കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ ഡീയടാ ഡീയടാ ഹയ്യടാ ഹയ്യടാ ദേവാ എന്തോ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ ഇതിന്റെ പുറകിൽ? ഇല്ല, ഇന്നലെ രാത്രി ഷാൾ സാർ ഡാൻസ് പഠിപ്പിച്ചു. ആണോ? അപ്പൊ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചാ ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അധികം ഇല്ലായിരുന്നു, നല്ല സിമ്പിൾ സാധനമായിരുന്നു. അപ്പൊ നിന്നെ കൊണ്ട് പറ്റും അല്ലേ? കുറച്ച് കുറച്ച് ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക ദേവാ എന്തോ അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ.
ഭയങ്കര ഓളായിരുന്നു ദേവ. താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഓർക്കസ്ട്ര ഒക്കെ കലക്കി നമ്മളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ദേവ. താങ്ക് യു സാർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടെ പ്രസൻസ് ആവാമായിരുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു ചിരി, കുറച്ചുകൂടെ ഒരു ഇന്ററാക്ഷൻ. ഇത് ഭൂരിഭാഗവും തറയിൽ നോക്കിയിട്ടാണ് ദേവ പാടിയത് പോലും. അവിടെ ലിറിക്ക് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് മാത്രം, ബാക്കി നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അതുപോലെ കോറസ് ആരൊക്കെയായിരുന്നു? എടാ ഇത് നീ സെലക്ട് ചെയ്ത് കൊടുത്തതാണോ ഗോവിന്ദ? നിനക്കിതിൽ യാതൊരു പങ്കുമില്ല. സ്ക്രീൻ സ്പേസ് ആണോ? അല്ലല്ലേ? അല്ല, ഗോവിന്ദന് ഇതിൽ യാതൊരു പങ്കുമില്ല. പാവം, അവന്റെ തലയിൽ ഇപ്പൊ എന്തൊക്കെയല്ലേ വരുന്നത്. എല്ലാ പെറ്റി കേസും ഗോവിന്ദന്റെ തലയില്. ഇന്നലെ രാത്രി എന്നെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ആണോ? എന്ത് പറഞ്ഞിട്ട് സപ്പോർട്ട്? ഡാൻസ് ഒക്കെ കളിക്കാൻ. ഡാൻസ് കളിക്കാനോ? എന്നിട്ട് നീ ഡാൻസ് കളിച്ചോ? കൊറേയൊക്കെ പോയി. പക്ഷെ രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു ഇതുവരെ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആ ഒരു ഷെല്ല് നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എൻജോയ് ചെയ്യാം. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വേറെയും റൗണ്ട്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ചിലപ്പോ കൂടെ ഡാൻസേഴ്സും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഒത്തു നിൽക്കണം, പാട്ട് കുളമാവാത്ത രീതിയിൽ. ഓക്കെ സാർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക ചേച്ചി. പ്രഭുദേവാ, ഡാൻസർ ദേവാ, എന്തായിരുന്നു ആ കർച്ചീഫ് കയ്യിലില്ലായിരുന്നെങ്കി പാളിയേനെ അല്ലേ? ഇത് വെച്ച് കൊറേ ഒന്നുകൂടെ കാണിച്ചേ. എനിക്ക് മിസ്റ്റർ ബീന്റെ ഓർമ്മ വന്നത്. മിസ്റ്റർ ബീന് പണ്ട് ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത് മൊത്തത്തിൽ ഇത് ആട്ടി ഫുള്ള് അവിടെ മറ്റേ ഈച്ച ആട്ടുന്ന മാതിരി സ്റ്റെപ്പ് അടിപൊളിയായിരുന്നു. എന്തായാലും കാറ്റൊക്കെ കിട്ടും അല്ലേ? സുഖ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയാണോ ചേച്ചി? നല്ല അതൊന്ന് കാണിക്കൂ ദേവാ. ആ ചെയ്യുന്ന കാണാൻ നല്ല ക്യൂട്ടാ. അത് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റെപ്പ്. അത് നമുക്ക് കണ്ടാ മനസ്സിലാവും. 1 2 ഇനി ഇവിടെ ഇപ്പുറത്ത് ഇങ്ങനെ. നല്ല രസമുണ്ടായിരുന്നു. നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാടാ. വെരി ക്യൂട്ട്. നല്ല സൂപ്പർ ആയിട്ട് നിന്ന് ഇതാ ഈ ചിരി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇടയ്ക്കൊരു ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ എന്തോരം ആലോചനയിലേക്ക് പോകും. അതെന്താന്നറിയില്ല. ഇനി ഇത്രയും കാട്ടി ലിറിക്സ് അല്ലേ? ഇത് എങ്ങനെ ബൈഹാർട്ട് പഠിച്ചു? കുഴപ്പമില്ലായിരുന്നു. എഴുതാനായിരുന്നു ഇച്ചിരി പാടുപെട്ടു. എഴുതാനാ പാടുപെട്ടത്, പഠിക്കാനല്ല. ഞാനൊരു പ്രത്യേകതരം എഴുതാൻ മാത്രമല്ല അറിയുള്ളൂ. എത്ര വാക്കുകളാ ഞാൻ ശരിക്കും എനിക്ക് അതിൽ പാടുമ്പോ കുറച്ചുകൂടി ഒന്ന് ശ്രുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഒരു ആവേശം കൂടുതലുണ്ട് പാടാൻ. അപ്പൊ അതിന്റെ ഇടയിൽ ഷാർപ്പ് ആവുന്നുണ്ട്. തുടക്കം പല്ലവി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശ്രുതി ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിനെ. നന്നായിട്ട് തന്നെ പാടിയത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അതാണ് എനിക്ക് തോന്നിയത്. കുറച്ച് സ്റ്റാർട്ടിങ് അവിടെ ഇവിടെയൊക്കെ ഒന്ന്, പിന്നെ ഈ ഫാസ്റ്റ് വരികൾ വരുന്നിടത്തൊക്കെ അത് ഒന്ന് താളത്തില് കുറച്ചുകൂടി ഒന്ന് റെഡി ആവാം. ഈ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് റെഡിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. ദേവാ സർ, നന്നായിരുന്നല്ലോ ചക്കരെ. നൈസ്. അത് മതി. ഇത് എല്ലാരും ഡാൻസ് ചെയ്ത് തകർക്കുമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമേ അല്ല മക്കളെ. കാര്യം ഈ നമ്മളെ ഈ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യിച്ച SPB സാർ ഡാൻസ് ചെയ്യൂ, ജാനകി അമ്മ ചെയ്യൂ, സുശീല അമ്മ ചെയ്യൂ, ചിത്ര ചേച്ചി ചെയ്യുമോ? ഇല്ലല്ലോ. കാര്യം അവരുടെ എത്രയോ പാട്ടിന് നമ്മൾ കിടന്ന് തുള്ളി. ഞാൻ ചെയ്യും. അല്ല, ഞാൻ ചെയ്യും. എനിക്ക് ഇന്നലെ ആ കോൺഫിഡൻസ് കിട്ടി. അതെ, സ്റ്റെപ്പില്. അപ്പൊ ചക്കരെ, നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഷാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ചിരിയാണ് നില്ലിൽ ഞാൻ മിസ് ചെയ്തത്. നമുക്ക് ആ 2 ലൈൻ ഒന്ന് ചിരിച്ചോട്ട് പാടിയാലോ? അതെ. 3 ചക്ര വണ്ടീത്, മുച്ചെടുക്കും വണ്ടീത്, മുരുട്ടിക്കാല വണ്ടികളെ തുരത്തിയോട് മണ്ടീത്, പറക്കും വണ്ടീത്, പാവങ്ങളുടെ വണ്ടീത്, കുറുകുറുമ്പന്റെ വണ്ടീത്, കുടുംബങ്ങൾക്ക് വേണ്ടീത്. കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും, കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും, ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കൊതിക്കും, റോക്കറ്റ് കണ്ടാൽ എല്ലാരും വിറയ്ക്കും. ഡിയടാ ഡിയടാ ഹയ്യടാ ഹയ്യടാ ഡിയടാ ഡിയടാ ഹയ്യടാ ഹയ്യടാ
ചിരിക്കി. ഞങ്ങളിവിടെ ഇങ്ങനെ ഞങ്ങൾ ചിരിച്ച് എൻജോയ് ചെയ്യാം. നമ്മൾ ചിരിച്ച് തകർത്ത് അതെ. നീ അടിച്ചു വന്നാ ചിരിക്കത്തില്ല. ചിരിക്കണം കേട്ടോ. ആ ചിരിക്കാം അത് എനിക്ക് തോന്നുന്ന ദേവ, നീ പാടുന്നതിന് മുമ്പ് ഈ മിററിന്റെ മുമ്പിൽ പോയെന്ന് പാടുക, ചിരിച്ചുകൊണ്ട് പാടുക. അപ്പൊ നിനക്ക് തന്നെ നിന്നെ ഇഷ്ടപ്പെടും. അപ്പൊ ആ ചിരി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങൾ ചിരിക്കണ്ടേ. കുടുംബമൊക്കെ ആയ വലിയ കഷ്ടപ്പാടാടാ കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ചിരിച്ച ഫയലൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. ഇങ്ങനെ ആയിരുന്നല്ലേ അത്. അപ്പൊ അത് വിട്ട് ഇപ്പോഴാണ് നിങ്ങളുടെ സമയം. അതാ ഗോവിന്ദനൊക്കെ കണ്ടുപഠിക്കും. വേറെ ഒന്നുമല്ല, ചിരിക്കുന്നത് മാത്രം. എൻജോയ് ചെയ്യണോ? അവൻ ജീവിതം തകർക്കുകയാണ് പറടാ. എല്ലാ വിധത്തിലും, ഓൾ സെൻസസ്. അപ്പൊ മക്കളെ ചക്കര അതേ ഉള്ളൂ, ശ്രുതി ഒന്ന് പിടിച്ച് വെച്ചാൽ ഓക്കെ സാർ. ആ അതൊന്നും നോക്കിയാൽ മതി. അത് നീ ചിരിച്ചാലേ നിനക്ക് ശ്രുതി ചേരും. ചിരിച്ചില്ല ഒരിക്കലും ചേരാൻ പോകുന്നില്ല. ഞാൻ എഴുതി തരാം ബോണ്ട് പേപ്പറിൽ ഓക്കെ സാർ. കേട്ടോ. ഏറ്റല്ലോ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആ സത്യം. അതെ പാറുവാണ് സത്യം. സത്യം എന്താ പാറു? എടാ എന്നെ തൊട്ട് സത്യം ചെയ്യണോ? സത്യം. ആ അല്ല ചുമ്മാ അവൻ കള്ളത്തരല്ലേ പറഞ്ഞു. എല്ലാം നന്മയും ഉണ്ടാവട്ടെ, എല്ലാം നല്ലതും ഉണ്ടാവട്ടെ. ചിരിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നീ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. Thank you, sir. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ ദേവ, യെസ് മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. 8.6. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. എന്തോ ദേവന്റെ മാർക്ക്. ദേവാ, എന്തോ നീ ചിരിക്കുമെന്ന് പറഞ്ഞ സത്യമാണല്ലോ. ഉറപ്പായിട്ട് സാർ. ചിരിക്കാം. ചിരിക്കാം. എന്നാ ഒന്ന് ചിരിക്ക്. ഒരു സൈക്കിളിൽ നിന്ന് വീണ ചിരി. ഒന്ന് അട്ടഹസിച്ചേ. എനിക്ക് അറിയില്ല സാർ. അറിയില്ലേ? ഞാൻ കോമഡി ആയി ഇല്ല ചെയ്യേ, അത് ചെയ്ത് നോക്ക്. അട്ടഹസിക്ക്. എന്തോ കുഴപ്പമുണ്ടല്ലോ. എടാ അങ്ങനെ അങ്ങനെ ഇത് പാട്ടിൽ അങ്ങനെ ഒരു അട്ടഹാസമാണോ, അട്ടഹാസം പരിഹാസമാണോ? വന്നു. പാട്ടിന്റെ ഇടയ്ക്ക് അതെ, ഒരു അങ്ങനെ അട്ടഹാസം ഉണ്ടെങ്കിൽ. വന്നു. തീയടാ തീയടാ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ആ തീയടാ തീയടാ പാടാ. ആ. ഒന്ന് അട്ടഹസിക്കും. തീയടാ തീ. എടേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിന്നെ പാടാൻ വിളിക്കുന്നു. ആ ആ പാടാൻ വിളിച്ചിട്ട് ഇങ്ങനെ അട്ടഹാസത്തോടെ പാട്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ പാട്ടും വേണ്ട, ഒരു കോപ്പം വേണ്ട എന്ന് പറഞ്ഞ് നീ പോവും. ഇല്ല അപ്പൊ എനിക്ക് വേണ്ട അട്ടഹാസമാണ്. ചെയ്യും. പഠിച്ചിട്ട് വരാം. പഠിച്ചിട്ട് വരാനോ? അട്ടഹാസോ? ഇതെന്ത് കോഴ്സോ? ഒരു തിരിയിട്ട് ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കും. അല്ല, നിനക്കൊരു എക്സാമ്പിൾ. അർജുൻ, ഇന്നലെ ആ ചിരിച്ച ചിരി ഒന്ന് അവനെ കാണിച്ചു കൊടുക്കൂ. ആ വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സൂപ്പർ. സൂപ്പർ. അർജുനെ, ഐ ലവ് യുടാ. നീ അവനെ കണ്ടുപിടി. സാർ അടുത്ത ഷെഡ്യൂളിൽ ചിരിക്കും. ഇല്ല ഇല്ല ഇപ്പൊ അടുത്ത ഷെഡ്യൂളിൽ ചിരിക്കാനോ? എടാ ഇതുപോലൊരു ചിരി ചിരി. ആ ഇല്ല മാർക്ക് ടോട്ടൽ പറയുന്നില്ല. സാർ അതിൽ ചിരിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. എടാ ഇപ്പൊ അങ്ങനെ ഒരു പാട്ട് ദേ ഇപ്പൊ വിളിക്കാണ് നിന്നെ. കോയന്തൊന്ന് അട്ടഹസിച്ചോ? ഒന്ന് നീ ഒന്ന് അട്ടഹസിച്ചേ ഗോവിന്ദ. എടാ, ഇതെന്തോ രാക്ഷസൻ. അട്ടഹാസം. ഓക്കെ, സൂപ്പറാ, സൂപ്പർ ഗോവിന്ദ. അതാണ് അത് പറഞ്ഞ ഉടനെ അങ്ങ് ചെയ്യാം. ഇത്രയും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഗോവിന്ദൻ വല്ലാത്ത ഒരു അട്ടഹാസമായി പോയി. Yes, ഒന്ന് അട്ടഹാസിക്കുമോ? ഇനി Yes, യശിന് കൊടുക്ക്. yes. യശ് ഏറ്റവും സൗമ്യനായിട്ടുള്ള നല്ലവനായിട്ടുള്ള റൊമാൻറ്റിക് അട്ടഹാസം. യശ് വരെ അട്ടഹസിച്ചു. ചെയ്യടേ, കുറച്ച് കരുണ കാണിക്കണം മോളെ. ചെയ്യടാ ചെയ്യടാ. എടാ ഒന്ന് ചിരിക്കടേ. എടാ എടാ പോയിട്ട് നാളെ വരാം. നീ പോടാ അവിടുന്ന്. 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത്. ദേവ, എന്തോ ദേവയ്ക്ക് ഒരു നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഗാനക്കൂടത്തിലേക്ക് ദേവന്റെ മാർക്സ് ഇടുന്നു. താങ്ക് യു. So total 17.3. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോ സ്പോൺസർ ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കണ്ടേ? അതെ. ഞാൻ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ സൂപ്പർ ബോയ്സ് ടീമിൽ നിന്നും തേജസ് ആണ്. Finally. അങ്ങനെ ഈ എപ്പിസോഡിലെ ടോപ്പ് മാർക്ക് നേടിയ തേജസിന് ദേവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. Congratulations.